UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ച ഡിവൈഎഫ്ഐ നഗരസഭാ ചെയർപേഴ്സന്റെ ക്യാബിനിൽ കടന്നായിരുന്നു ഉപരോധം. 211 കോടി രൂപ കാണാതായ സംഭവത്തിലും ഭരണകെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. മറുപടി പറയണ്ടേ? അല്ല, മറുപടി പറയാതെ അത് പ്രതിഷേധമായിട്ട് വരുന്ന ആളുകളോട് തട്ടിക്കറല്ലേ ഉണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു UDF ഭരിക്കുന്ന നഗരസഭാ ചെയർപേഴ്സണെ ഡിവൈഎഫ്ഐ ഉപരോധിച്ചത്. നഗരസഭയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 211 കോടിയിലധികം രൂപ കാണാതായ സംഭവത്തിലായിരുന്നു പ്രതിഷേധം. 3 മാസമായി പൂട്ടിക്കിടക്കുന്ന പൊതുശ്മശാനം തുറക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ വ്യക്തമായ മറുപടി നൽകാൻ നഗരസഭാ ചെയർപേഴ്സൺ ആയില്ല. ഉപരോധം 2 മണിക്കൂറോളം നീണ്ടു. ഒടുവിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് താൽക്കാലിക സംവിധാനം ഉടൻ ഒരുക്കുമെന്നും ചെയർപേഴ്സൺ ഉറപ്പു നൽകി. ഇതോടെ പോലീസ് ഇടപെട്ട് സമരം അവസാനിപ്പിച്ചു. കോട്ടയം നഗരസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പണം പലതും അത് വരവ് വെച്ചിട്ടില്ല. ആ വരവ് വന്നിരിക്കുന്ന തുക അടയ്ക്കുന്ന ഫീസുകൾ അടക്കമുള്ള പല കാര്യങ്ങൾക്കകത്തും കോട്ടയം നഗരസഭയിലേക്ക് വരവ് വെക്കാതെ 211 കോടി രൂപയുടെ നഷ്ടം ഈ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരിക്കുകയും അതിന് ഏറ്റവും ഉജ്ജ്വലമായ അല്ലെങ്കിൽ കുറേ കൂടി വിശദമായ അന്വേഷണവും അതുപോലെ തന്നെ നടപടികളും വേണമെന്നുള്ളതാണ് കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സണോട് മുന്നിലോട്ട് ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൈരളി ന്യൂസ്, കോട്ടയം.